16-ാം നൂറ്റാണ്ട് ന്യൂ ഇംഗ്ലണ്ട്. തോമസീൻ എന്ന പെൺകുട്ടിയുടെ പിതാവായ വില്യം സഭയെ ചോദ്യം ചെയ്തതിന് കുടുംബസമേതം പുറത്താക്കപ്പെടുന്നു. സഭയിലെ നിയമം പാലിക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തുള്ള ജീവിതമാണെന്ന് വില്യമും തീരുമാനിക്കുന്നു. അങ്ങനെ സഭ നിയന്ത്രിക്കുന്ന ആ സമൂഹത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. ആ ഗ്രാമത്തിൻ്റെ വാതിൽ അവർക്ക് പിന്നിൽ അടയ്ക്കപ്പെട്ടു. വനത്തിന് സമീപമുള്ള തൻ്റെ ഫാം ഹൗസിലേക്ക് വില്യവും കുടുംബവും താമസം ഉറപ്പിച്ചു. അവിടെ അവർ ചോളം നട്ടു. പുതിയൊരു ജീവിതത്തിൻ്റെ പ്രതീക്ഷയുമായി അവരവിടെ ജീവിതം ആരംഭിച്ചു. ഒരു ദിവസം തോമസീൻ തൻ്റെ 3 മാസം പ്രായമുള്ള അനുജനായ സാമുവലിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അവനെ താഴെ കിടത്തി കണ്ണുപൊത്തി കളിച്ചു. അവൾ ആദ്യം കണ്ണുപൊത്തി, പെട്ടെന്ന് കൈമാറ്റി സാമുവലിനെ നോക്കി. സാമുവൽ പൊട്ടിച്ചിരിച്ചു. വീണ്ടും തോമസീൻ കണ്ണുപൊത്തി കൈമാറ്റി സാമുവലിനെ നോക്കി. അപ്പോഴും സാമുവൽ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിച്ചു. വീണ്ടും തോമസീൻ കണ്ണുപൊത്തി കൈമാറ്റി. ജെയ്സൺസ് ഫേവറേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ചെയ്തത് ബിഹൈൻഡ് ദ മൂവി മാജിക് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ജുറാസിക് പാർക്ക് എന്ന സിനിമയുടെ പിന്നാമ്പുറ വിശേഷങ്ങളും സിനിമ ഉണ്ടായത് എങ്ങനെയും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. 2015 റോബർട്ട് എഗേഴ്സ് എഴുതി സംവിധാനം ചെയ്ത ദ വിച്ച് എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമാണ്. കൺവെൻഷനലായിട്ടുള്ള ഒരുപാട് ഹൊറർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിമറിച്ചിട്ട് മറ്റൊരു ലാംഗ്വേജിലൂടെ സംസാരിച്ച സിനിമയാണ് ദ വിച്ച്. 2015 ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരുന്നു ദ വിച്ച്. മികച്ച സംവിധായകനടക്കം മികച്ച സ്ക്രീൻ പ്ലേക്കടക്കം 3 അവാർഡ്സുകൾ കരസ്ഥമാക്കിയ സിനിമയാണ് ദ വിച്ച്. അപ്പോൾ പേര് പോലെ തന്നെ ഒരു മന്ത്രവാദിനിയുടെ കഥയാണ് ദ വിച്ച്. യഥാർത്ഥത്തിൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിം എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് ബന്ധങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു കഥയാണ്. അതിൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് വരികയും അത് എങ്ങനെ അവരുടെ കുടുംബത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് ന്യൂ ഇംഗ്ലണ്ട് കാലഘട്ടമാണ്, അതായത് ഒരു 16-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. റോബർട്ട് എഗേഴ്സ് സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് ദ വിച്ച്. എന്താണ് വിച്ച് എന്ന സിനിമ ഉണ്ടാകാൻ ഉള്ള പ്രചോദനം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചെറുപ്പകാലം തൊട്ടേ ഈ വിസാർഡ് ഓഫ് ദി ഓസും ദ വിക്കഡ് വിച്ച് ഓഫ് ദി വെസ്റ്റ് എന്ന സിനിമയുടെ ആരാധകനായിരുന്നു റോബർട്ട് എഗേഴ്സ്. അപ്പോൾ ഈ സൂപ്പർ നാച്ചുറൽ കണ്ടൻറ്റുകളിൽ അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ ഇവൻ്റ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോ കമൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, സംവിധായകൻ എന്താണ് ഈ കഥയിലൂടെ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്താണ് ഈ വിച്ച് എന്ന സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഒരുപാട് വിച്ചസ് ഉണ്ടായിരുന്നു, ഒരുപാട് മന്ത്രവാദിനികളുണ്ടായിരുന്നു. കുറേ പേര് ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അതായത് രോഗങ്ങൾ ഭേദമാക്കുന്ന മരുന്നുണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അന്നത്തെ പുരുഷാധിപത്യം നിറഞ്ഞ സൊസൈറ്റിക്ക് വിച്ചസ് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. കാരണം ആളുകൾ കൂടുതൽ സ്ത്രീകളെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തത് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള കൺട്രിക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് സമ്മതിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ചും അവിടെ ഒരു റിലീജിയൻ ബേസ് ആരംഭിക്കുകയും റിലീജിയനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ റൂളുകൾ പാലിച്ചു പോകാൻ മന്ത്രവാദിനികളായിട്ടുള്ള ആൾക്കാർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അല്പം ഭയത്തോടെ ആണെങ്കിലും ശാപം ഓർത്തിട്ടായാലും ആയിരക്കണക്കിന് വിച്ചസിനെ അവർ ദഹിപ്പിച്ചു കളഞ്ഞു. തങ്ങളെക്കാൾ ശക്തരായ സ്ത്രീകൾ തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമോ എന്ന ഭയമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ശരിക്കും സ്ത്രീകൾ പവർഫുൾ തന്നെയാണ്. അങ്ങനെയുള്ള വിച്ചസ് ശരിക്കും അവർ നെഗറ്റീവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു പവർഫുൾ ഫീച്ചേഴ്സുള്ള ആൾക്കാരാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വളരെ സബ്റ്റിലായിട്ട് ആ ഒരു വിഷയത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 1.5 hour മാത്രമേ ഉള്ളൂ സിനിമ.
പക്ഷെ നമുക്കത് കാണുമ്പോൾ ഇതെന്താണ് സിനിമ തീരാത്തേന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഈ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മളും കടന്നു പോകുമ്പം ഈ സമയം കഴിഞ്ഞു പോയിരുന്നെങ്കിലെന്ന് കഥാപാത്രങ്ങളും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു സബ് ടൈറ്റിലുണ്ട്, ഡെവിൾസ് ടേക്ക് മെനി ഫോംസ് എന്നാണ്. ഇതിനകത്ത് ഒരു ഡെവിളിൻ്റെ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഇവൻറ്റിൻ്റെ ഒരു കാര്യമുണ്ട്. അതിനെ പല രൂപത്തിലാണ് കാണിക്കുന്നത്. ഒരു കാക്കയുടെ രൂപത്തിൽ കാണിക്കുന്നുണ്ട്, ഒരു മുയലിൻ്റെ രൂപത്തിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ ബ്ലാക്ക് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ആടിൻ്റെ രൂപത്തിലും അതിനെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ പാലക്കാടൻ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാലേട്ടൻ്റെ സിനിമ ഒടിയൻ കണ്ടതുപോലെ, ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ഒരു മിത്ത്, അതുമായിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ വിച്ച് എന്ന സിനിമയിലെ യഥാർത്ഥ വിച്ച്. ഒടിയന്മാർ ഗർഭിണികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി മുളങ്കമ്പ് കൊണ്ട് ഭ്രൂണത്തെ കുത്തിയെടുക്കുകയും അതുകൊണ്ട് അതുകൊണ്ട് എന്തൊക്കെയോ മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്കറിയാം. സെയിം കാര്യം ഇതേ സിനിമയിലും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ശരിക്കും ദൂരെ കിടക്കുന്ന രണ്ട് സ്ഥലങ്ങളിലുള്ള വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് ഇത്ര ഒരു സിമിലാരിറ്റികൾ വന്നതെന്നുള്ളത് മറ്റൊരുപാട് മിത്തുകൾ വായിക്കുമ്പോഴെല്ലാം എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. വായ്മൊഴിയായി പറഞ്ഞു പോയതാകാം, പക്ഷേ ഈ സിമിലാരിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. തോമസീൻ എന്ന് പറയുന്ന പെൺകുട്ടി ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് സഫർ ചെയ്യപ്പെടുന്നത്. അവളുടെ മുന്നിലാണ് ഇതെല്ലാം അവൾ കാണുന്നത്. ഒരു പക്ഷേ സിനിമയിൽ ഉടനീളം സംഭവിക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നതും തോമസീനാണ്. അന്യ ടൈലർ ജോയി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവളുടെ ആദ്യത്തെ സിനിമയാണിത്. മോഡലായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ കണ്ടപ്പോൾ തന്നെ തോമസീൻ എന്ന കഥാപാത്രത്തിനെ ഫിക്സ് ചെയ്യുകയായിരുന്നു. വില്യം എന്ന് പറയുന്ന ആളുടെ കഥാപാത്രം ചെയ്തിരിക്കുന്ന റാഫ് എന്ന് പറയുന്ന നടനാണ്. അതിൽ 2 കൊച്ചു കുട്ടികളും കൂടെ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓഡിയൻസിനെ അത്രയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് ഈ ഹൊറർ സിറ്റുവേഷൻസ് കൊണ്ടുവരണമെന്നില്ല. ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് റോബർട്ട് എഗേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം കുട്ടികളെ എന്ന് പറഞ്ഞാൽ സാധാരണ സിനിമകളിലൊക്കെ കുട്ടികളെ വളരെ പ്ലസൻറ്റ് കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നത്, കുട്ടികളുടെ ആ ഇന്നസെൻസും ഒക്കെ. പക്ഷേ ഈ ഇന്നസെൻസ് വെച്ച് തന്നെ ആൾക്കാരെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് ഈ സിനിമയിലെ സിറ്റുവേഷൻസ് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമ നിങ്ങൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ, ഒരു തവണയെ കാണത്തുള്ളൂ. ഇതിന് മുമ്പിട്ട് കാണിക്കുന്ന ഒരുപാട് ഗോർ എലമെൻറ്റ്സ് ഒന്നുമില്ല. അതായത് ഈ കഴുത്ത് വെട്ടുക അങ്ങനെയുള്ള ഭയങ്കര ബ്ലഡി ഡിസ്കസ്റ്റിംഗ് സംഭവങ്ങളില്ല. ചില സിറ്റുവേഷൻസാണ്, പക്ഷേ അത് നമുക്ക് വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടാകത്തില്ല. അങ്ങനെയാണ്, അത്ര ക്ലെവറായിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. 4 മില്യൺ ബഡ്ജറ്റിൽ ചിത്രീകരിച്ച അല്ലെങ്കിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ 40 മില്യണാണ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയത്. ഓക്കെ, അപ്പോൾ ഈ സിനിമ നിങ്ങളെല്ലാവരും കാണുക. എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദ വിച്ച്, റോബർട്ട് എഗേഴ്സിൻ്റെ ദ വിച്ച്. വിച്ച് എന്ന് പറയുന്ന മറ്റൊരു കൊറിയൻ സിനിമയുണ്ട്. ഇത് കൊറിയൻ ഫിലിമല്ല, ഇംഗ്ലീഷ് ഫിലിമാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നതിനനുസരിച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.